രാജ്യത്ത് പാറ്റ വിപ്ലവം. വിദ്യാർത്ഥി പ്രതിഷേധത്തിനൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. സമരപോരാട്ടത്തിലെ ചരിത്ര വിജയവുമായി CJP. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും ശക്തമായ പ്രതിഷേധം നടത്തിയതിന് പിന്നാലെയാണ് രാജി. CJPയുമായി കേന്ദ്ര സർക്കാർ 4ാം ഘട്ട ചർച്ച നടത്താനിരിക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത്. സമൂഹമാധ്യമത്തിലൂടെ പ്രതികരണവുമായി പ്രധാനും രംഗത്തെത്തി. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദത്തെ തുടർന്നാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലേറെയായി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾക്കുമായി പ്രവർത്തിക്കുകയാണ്. ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് രാഷ്ട്രത്തിന്റെ അടിത്തറ. രാജ്യത്തെ യുവാക്കളുടെ അഭിലാഷങ്ങളെയും വികാരങ്ങളെയും പ്രതീക്ഷകളെയും താൻ മാനിക്കുന്നു. ഇന്ത്യയിലെ യുവതലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്നത് നമ്മുടെ പ്രതിബദ്ധതയാണ്. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിൽ രാജ്യത്തെ സേവിക്കാൻ ലഭിച്ച അവസരത്തിന് നരേന്ദ്രമോദിയോട് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും പ്രധാൻ പറഞ്ഞു. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനു പുറകെ സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറുകയും പരീക്ഷ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. അടുത്ത വർഷം മുതൽ പരീക്ഷ CBT മോഡൽ നടത്താനും തീരുമാനിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുത്തിരുന്നു. പരീക്ഷാ മാഫിയ കാരണം ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി തകരരുത് എന്നും അനീതി നടക്കരുതെന്നുമായിരുന്നു മന്ത്രി എന്ന നിലയിൽ തന്റെ നിശ്ചയം. നീറ്റ് പരീക്ഷാ ഫലങ്ങൾ നല്ല രീതിയിൽ തന്നെ വരികയും ചെയ്തു. എന്നാൽ ഉത്തരവാദപ്പെട്ട പദവികളിലിരിക്കുന്ന ചിലർ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ചത് തന്റെ മനസ്സിനെ വേദനിപ്പിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ രാജിക്കത്തിൽ പറഞ്ഞു. സമരവിജയത്തെ തുടർന്ന് ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ് രാജ്യമെങ്ങും. CJPയും പ്രതിപക്ഷ പാർട്ടികളും.